അടുത്ത നല്ലൊരു ത്രില്ലിംഗ് പ്രൊമോ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് നെവിൻ്റെ അടുത്ത് ലാലേട്ടൻ പറയാൻ പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷേ കേട്ടു കിട്ടി, അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. നെവിൻ്റെ ഫേസ് ഒക്കെ അങ്ങ് മാറി കേട്ടോ. വന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിൻ പെരുമാറിയ ഒരു രീതി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലാലേട്ടാ അത് അങ്ങനെയല്ല ലാലേട്ടാ, ഇങ്ങനെയാണ് ലാലേട്ടാ. പക്ഷെ എല്ലാം അങ്ങ് ഒതുങ്ങി. ഒരു മനുഷ്യൻ പച്ചയ്ക്ക് എന്താണ് എന്ന് അറിയണമെങ്കിൽ കുറച്ച് നാള് കഴിയണം. അതിനു മുമ്പേ നമ്മൾ എന്ത് കാണിക്കുന്നതും ഒരു തരത്തിലുള്ള ഒരു മേക്കപ്പാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു മേക്കപ്പും ഇല്ലാതെ നെവിനെ കാണണമെങ്കിൽ ഇന്നത്തെ ലാലേട്ടന്റെ മുന്നിലുള്ള ആ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടോളീ. നിങ്ങൾക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നെവിൻ എന്നുള്ളത്. പിന്നെ നെവിനോട് ചോദിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങനെ ഞാൻ ഔട്ടായി പോവുകയാണ്, ഞാൻ അങ്ങ് ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പൊക്കോ, ഒരിക്കലും തിരിച്ചിവിടെ ആരും നിങ്ങളെ തിരിച്ചു കയറ്റാൻ പോകുന്നില്ല. നിങ്ങൾ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞിട്ടാണ് തിരിച്ചു കയറ്റിയത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. നെവിൻ ബിഗ് ബോസ് വീടിനകത്തേക്ക് തിരിച്ച് രണ്ടാമതൊരു റീ എൻട്രി നടത്തിയ സമയത്ത് നെവിൻ പറഞ്ഞ കാര്യം പ്രേക്ഷകർ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ കേറ്റില്ലായിരുന്നു എന്ന്. ഒരിക്കലും അല്ല. അവിടെ അന്നേരം നമ്മുടെ നൂറയും ആദിലയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, നെവിൻ പോയി കിടന്ന് കാല് പിടിച്ച് കാണും, അയ്യോ തിരിച്ച് കയറ്റുന്ന പറഞ്ഞ് കാല് പിടിച്ച് കാണും എന്ന് ഒരു തമാശ രൂപേണയാണെങ്കിൽ അവർ പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു സത്യം. നെവിൻ പോയി കെഞ്ചി കാല് പിടിച്ചത് കൊണ്ടാണ് എന്ന് ലാലേട്ടൻ എടുത്തു പറഞ്ഞു. അത്രയും പബ്ലിക്കായിട്ട് അത് പറയണമെങ്കിൽ നെവിനോടെ ചമ്മി നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നെവിൻ്റെ അടുത്ത് മറ്റൊരു വാർണിംഗ് കൊടുക്കുകയാണ്. ഈ ബിഗ് ബോസിന്റെ ആ ഒരു മൈക്കിന്റെ അടുത്ത് ചെന്നിട്ട്, നിങ്ങൾ ഇങ്ങനെ ഇതിങ്ങനെ ചെയ്താൽ നല്ലതാണ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നല്ലതല്ല. ഒരു കാര്യമുണ്ട്, ഈ ഒരു സംഭവമാണ് ശരിക്കും നെവിനെ ഔട്ടാക്കാൻ കാരണമാക്കിയത്. അതായത് ബിഗ് ബോസിന്റെ അടുത്ത് പോയി അനുമോളെ പറഞ്ഞു വിടണം. ഓക്കെ ബിഗ് ബോസ്, അനുമോൾ ഇവിടുന്ന് പോയാലേ ഇത് നന്നാവത്തോളൂ, നിങ്ങൾക്ക് നല്ലതിന് പറയുകയാണ്, അനുമോളെ പുറത്താക്കണം എന്നൊരു 1000 തവണ നെവിൻ പറഞ്ഞിട്ടില്ലേ? അത് തന്നെ, അതാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചതെങ്കിൽ അത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, ഈ നെവിനും മോഹൻലാലും തമ്മിലുള്ള, അതായത് നെവിനോട് പറയുന്നുണ്ട് ഈ ബിഗ് ബോസിന്റെ ക്യാമറയിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ അപ്പാനിയുടെ ചങ്കൊന്ന് പൊട്ടും. വേറൊന്നും കൊണ്ടല്ല, അപ്പാനി ഇപ്പൊ 2-3 ദിവസമായിട്ട് ഈ രഹസ്യമായിട്ട് ബിഗ് ബോസിന്റെ അടുത്ത്, എൻ്റെ മുഖം കാണുന്നില്ലെങ്കിലും ബിഗ് ബോസിന് എൻ്റെ ശബ്ദം കേൾക്കാമല്ലോ, അതെ അനുമോളിന് തക്കതായ ശിക്ഷ കൊടുക്കണം, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പാനി എന്തൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞാലും, ഇനി പരസ്യമായിട്ട് പറഞ്ഞാലും അത് പ്രേക്ഷകർ ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. ഇനി ബിഗ് ബോസ് തീരുമാനിക്കും ഏത് കേൾക്കണമെന്ന്, പക്ഷെ എങ്കിലും അപ്പാനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് കൂടി ഒരു താക്കീത് കിട്ടണം. ഈ ഒരു ലെവലിൽ നെവിനെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പാനിക്കും ഇത് ബാധകമാണ്. പിന്നെ ആര്യനാണെങ്കിൽ ബിഗ് ബോസിനെ അങ്ങേയറ്റം പുച്ഛിക്കുകയാണ്. ഇവൻ ആ ഒരു പണിപ്പുര ടാസ്കിന്റെ സമയം വന്നപ്പോഴത്തേക്കും ആര്യൻ ശരിക്കും പറഞ്ഞ ഒരു കോമാളിയെ പോലെ, എനിക്ക് ആ ടാസ്കിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയത്, ഒരു റിവേഴ്സ് സൈക്കോളജി. അപ്പം അക്ബർ പറയുന്നുണ്ട്, ഈ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് പറഞ്ഞതല്ലേ, അതങ്ങോട്ട് അനുസരിക്കുക, അത് മതി എന്ന് പറഞ്ഞിട്ട് അക്ബർ അത് ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അനുമോളും ശൈത്യ, ആദില, നൂറ, റെനയൊക്കെ ആണെങ്കിൽ കിട്ടുന്നതെല്ലാം, ഈവൻ അനുമോളുടേതൊക്കെ, ശത്രുവായിട്ടുള്ള അനുമോളുടേത് വരെ റെന എടുത്ത് ഇന്ന് അനുമോളെ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒന്നിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ശരിക്കും ഇത് നെവിന് ഏറ്റവും നല്ലൊരു താക്കീതാണ്. അപ്പോൾ അതും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയുക. നെവിൻ തിരിച്ചു വന്നതിൽ എല്ലാവർക്കും ഒരു സങ്കടമൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ തിരിച്ചു വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് യവൻ എന്തിനാ തിരിച്ചെടുത്തത്, ബിഗ് ബോസിന് ഒരു ഒരു ഒപ്പീനിയൻ ഇല്ല, അല്ലെങ്കിൽ ബിഗ് ബോസിന് ഒരു നിലപാടില്ല എന്നൊക്കെയുള്ള കമന്റ്സ് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നെവിൻ വരണ്ട എന്ന് പറയുന്നവരായിരുന്നോ കൂടുതൽ എന്നൊക്കെയുള്ളത്. എനിവേ എന്തായാലും നെവിൻ തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ല പണി കിട്ടി തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇനിയുള്ള 7ന്റെ പണി വീണ്ടും നെവിൻ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമന്റ്സുകൾ പോരട്ടെ. അതുപോലെ സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.